ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കില്ല. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള സത്യവാങ്മൂലം പിൻവലിക്കുമോ? നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമോ എന്നീ ചോദ്യങ്ങൾ ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് കാലത്തെ അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണെന്ന് തുറന്നുകാട്ടാനും UDF തീരുമാനം. വിശ്വാസികളുമായി ബന്ധപ്പെട്ട പരിപാടി എന്ന നിലയിൽ ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമെന്ന് പറയാൻ UDF തയ്യാറല്ല. എന്നാൽ മുന്നണി നേതാക്കളാരും സംഗമത്തിൽ പങ്കെടുക്കില്ല. ബഹിഷ്കരണമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊരു നിലപാട് പറയാൻ രാഷ്ട്രീയ സമ്മേളനമല്ലല്ലോ നടക്കാൻ പോകുന്നതെന്നാണ് UDFന്റെ മറുപടി. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ കാപട്യമാണെന്ന് തുറന്നു കാട്ടാനാണ് UDFന്റെ തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സ്നേഹം. സമുദായ സംഘടനകൾ അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനോട് UDFന് എതിർപ്പില്ല. സമുദായ സംഘടനകളുടെ തീരുമാനങ്ങളിൽ UDF അഭിപ്രായം പറയാറില്ലെന്നാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. ആഗോള അയ്യപ്പ സംഗമം വർഗീയവാദികൾക്ക് ഇടം കൊടുക്കലാണെന്നും UDF വിമർശിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.